അല്ല, പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ BJP-നെ സഹായിക്കാന്നുള്ളതാണ് ഷാഫിയുടെ ഉത്തരം. എവിടെ? വോട്ട് മറിക്കാൻ വേണ്ടിയില്ലേ ഈ പണിയിൽ നടത്തുന്നത്? പറയുന്നതിനാ അതിനെ പറയുന്നത്. ലോക്സഭയിൽ തന്നെ വോട്ട് മറിക്കാൻ ആവശ്യമായ പ്രചരണം നടത്തിയിട്ടുണ്ട്. അവർ തമ്മിലൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ല, എണ്ണം പറയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏതായാലും നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, രണ്ടക്കൗണ്ടായാലേ ഭൂരിപക്ഷമാവുള്ളൂ. ഭൂരിപക്ഷം സീറ്റും ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ചെയ്യും. അതെല്ലാം കിടക്കും. ആര്? BJP ജയിക്കില്ല, എവിടെയും ജയിക്കില്ല. BJPക്ക് ജയിക്കാനുള്ള ഒരു സാധ്യതയില്ല കേരളത്തിൽ. അവർക്ക് പരമാവധി കിട്ടിയ 28% വോട്ടുണ്ട്. അത് മുമ്പേ പ്രചരിക്കുന്നില്ല. പ്രധാനമന്ത്രി തന്നെ പ്രചരിപ്പിച്ചില്ലേ? അതിനപ്പുറം ആരാ പ്രചരിപ്പിക്കേണ്ടത്? അവിടെ തൂക്കും. വളരെ പേടിയൊന്നുമില്ല. വളരെ നല്ല ഉറച്ച ധൈര്യമാണ്. അല്ല, അങ്ങനെയാണ് നമ്മൾ തൂക്കുന്നില്ല പറയാം. തൂക്കുന്നു പറയുന്നില്ല. ഇതെല്ലാം ചെയ്താലും വളരെ ജയിക്കും. പോരെ? ഇനി പറയാം. ആദ്യം ചെയ്യുന്ന അവിടെ അറിയാം. ആറ്റിങ്ങലും ചെയ്യും. ആറ്റിങ്ങൽ പറയുമ്പോൾ ആറ്റിങ്ങൽ ആദ്യം ചെയ്യും. വളരെ പറയുമ്പോൾ വളരെ ചെയ്യും. ദേശീയ പാർട്ടി എന്ന രീതിയിലുള്ള പദവി ഇപ്പം തന്നെ നിലവിലുണ്ടല്ലോ. പിന്നെ എന്തിനാ അതിന് കിട്ടാൻ വേണ്ടി പറയാൻ നടക്കുന്നു? അതിന് ഏകീകരണം ചോദിച്ചാൽ മതി. കാര്യം ഞങ്ങൾക്ക് അതിന്റെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ദേശീയ പദവി ഉണ്ട്. ഇനി അതിനെ ശക്തിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. അല്ല, ഞങ്ങൾ അങ്ങനെ തെറ്റാന്ന് പറയില്ല. വ്യക്തിപരമായിട്ട് ഒരാളെ കണ്ടാൽ അതൊക്കെ തെറ്റായി പോയി എന്ന് പറയണത് എന്ത് ഭ്രാന്തമായിട്ട്? ഇതൊരു സാമൂഹിക ജീവിതത്തിലെ സാംസ്കാരിക മൂല്യമുള്ള ഒരു രാഷ്ട്രീയങ്ങളെ നമ്മളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാളെ കണ്ട ഉടനെ തന്നെ ആ രാഷ്ട്രീയം അതിൽ അവസാനിച്ചു പോകുന്നു കാണുന്നതിൽ എന്തൊരു തെറ്റായ വിശകലനമാണ്. ഇല്ല, അങ്ങനെ എപ്പോഴും പെടുന്നില്ല. ചിലപ്പോഴും മാത്രമേ. എപ്പോഴൊന്നുമില്ല. അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹാക്കളെ സംബന്ധിച്ച് നന്നായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജയരാജൻ തന്നെ പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നതിനിടയിൽ ചില ശരിയാണ് ഭൂരിപക്ഷം ഉണ്ടാവുക. ചിലപ്പോൾ തെറ്റും. ആ തെറ്റ് തിരുത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പാർട്ടി കാണുന്നത്. ആര്? ആയിക്കോട്ടെ. അല്ല, അതാണല്ലോ നമ്മൾ പറഞ്ഞത്. ആ കോഡുകളുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ, ആ ബന്ധം തുടരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തുടരില്ല. ആരും കണ്ടാലും കുഴപ്പമില്ല. ജാവേദ്കർ മാത്രമല്ല, ഇപ്പൊ പ്രധാനമന്ത്രിയെ പോകുന്ന സമയത്ത് കാണുന്നു. കൊണ്ടാലത്തെ കുഴപ്പം ഏറ്റവും വലിയ വർഗീയവാദിയുടെ പട്ടികയിലാണ് ഇവരെല്ലാം ഉൾപ്പെടുന്നത്. RSSന്റെ BJPയുടെ സംഘപരിവാറിന്റെ ആളുകൾ. അവരെല്ലാം കണ്ടാൽ പിന്നെ മുണ്ടാൻ പാടില്ല, കാണാൻ പാടില്ല, ദൂഹ്യം പറയാൻ പാടില്ല എന്ന് പറയുന്നതൊന്നും ശരിയായ ഒരു രാഷ്ട്രീയമല്ല. അത് രാഷ്ട്രീയ സംസ്കാരമല്ല. നമ്മളെല്ലാം എല്ലാ BJPക്കാരെയും കോൺഗ്രസ് നേതാക്കന്മാരെയും BJP നേതാക്കന്മാരെയും എല്ലാം എപ്പോഴും മുമ്പെല്ലാം ചർച്ചയ്ക്ക് പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴും പല സന്ദർഭങ്ങളിലും കാണുന്നുണ്ട്. കണ്ടാൽ എന്തായിപ്പോ ഇപ്പൊ ഇതിനിടെ മനോരമയിൽ ഒരു പരിപാടി ഉണ്ടായി. ഈ ഇലക്ഷന്റെ തൊട്ട് തലേദിവസം മറ്റോ മൂന്നാളുണ്ടായിരുന്നു. കൃഷ്ണദാസും ഉണ്ടായിരുന്നു, M. വാസനും ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. എത്ര സൗഹൃദപരമായിരുന്നു ഞങ്ങളുടെ സംഭാഷണം. പക്ഷേ സംഭാഷണമൊക്കെ വളരെ കറക്റ്റാണ്. പക്ഷേ രാഷ്ട്രീയം വരുമ്പോഴും കർശനമായ നിലപാട് സ്വീകരിക്കും. അത് അവർക്ക് മൂന്നാൾക്കും അങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും. അതിനെന്തിനാണ് ഇങ്ങനെ വല്ലാതെ വേജാറാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവാതെ. അതിനെപ്പറ്റി നിങ്ങളിപ്പം പറയണ്ട. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ആവശ്യമില്ലാതെ കഥയുണ്ടാക്കണ്ട. 4-ാം തീയതിക്ക് ശേഷം BJPയുടെ ഗവൺമെന്റ് തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം വന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നതിനെ പറ്റി വലുതായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം വരുന്നില്ല. ചർച്ച ഇല്ലില്ല. അവരെ പോലുള്ള നമ്മൾ CPM ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിന്റെ അപ്പുറത്താണ് അവർ. എല്ലാവരും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇന്ത്യ അപ്പുറത്തുള്ളവരാണ് അവരൊക്കെ. അതെന്താ പറഞ്ഞാല് പോളിംഗ് താമസിച്ചു എന്നുള്ളത് ശരിയാ. പല സ്ഥലത്തും
അതിപ്പോ UDF-കാരെ കണ്ടുപിടിച്ചത് അവരെ ബൂത്തിൽ മാത്രമാണ് താമസിക്കുന്നത്. എല്ലാ ബൂത്തിലും താമസിച്ചിട്ടുണ്ട്. മിക്കവാറും ബൂത്തുകളിൽ ഈ പോളിംഗ് താമസിച്ചിട്ടുണ്ട്. അത് ഇതിന്റെ സാങ്കേതിക പ്രശ്നമാണ്. ആ ബീം ശരിയായ രീതിയിൽ വരുന്നതിന് സമയം പിടിക്കുന്നു അധികം. അല്ല, അവർക്ക് മനസ്സിലായി അവർ 20 സീറ്റാണല്ലോ. അവർക്ക് 20 സീറ്റിൽ നിന്ന് ഒന്ന് കുറഞ്ഞാൽ UDF-ന്റെയും മനോരമ അതിന്റെ സഖ്യകക്ഷിയാണല്ലോ. മനോരമയും മാതൃഭൂമിയെല്ലാം ഇവരെ സഖ്യകക്ഷികളാണ് UDF-ന്റെ. അവർക്കുള്ള ക്ഷീണം വളരെ വലുതായിരിക്കും. ആ എന്താ പെട്ടിട്ടുണ്ട്. ജാഗ്രത കുറവുണ്ടായില്ല. ആ ഡ്രൈവറെയാണ് ജാഗ്രത കുറവുണ്ടായത്. അദ്ദേഹത്തിനെതിരായിട്ട് മുമ്പ് ഇതേപോലുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ ഡ്രൈവർക്ക്. അപ്പൊ ആ ഡ്രൈവർ ശരിയല്ലാതെ രീതിയിലെ ചില ആംഗ്യങ്ങൾ കാണിച്ചതിന്റെ ഭാഗമായിട്ട് വന്ന പ്രശ്നം അത്. അപ്പോഴാണ് ചോദ്യം ചെയ്യാൻ പോയത്. അതിൽ വേറെ ജാഗ്രത കുറവൊന്നും. അത് നിങ്ങൾക്ക് ഓരോരാൾക്ക് ഓരോ ന്യായം ഉണ്ടാവും. ചില ആളെന്തുകൊണ്ടാണ് അപ്പൊ തന്നെ തടയാതിരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് നമ്മളോട് പറയാ. ഇങ്ങനെ ഒരു ആംഗ്യം കാണിച്ചതിന് ശേഷം മേയറും അതുപോലെ MLA ഇരിക്കുന്ന ഒരു കാറ് അതിനെ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ അനുവദിച്ചത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി നിങ്ങളെല്ലാം ആത്മനിഷ്ഠമായ ചോദ്യം ചോദിക്കുകയാണ്. ഒരു കാര്യം ഉണ്ടായാൽ ആ കാര്യത്തിന്റെ ഒപ്പം തന്നെയാണ് കാര്യങ്ങൾ തുടർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. അത് നമ്മൾ കണ്ടോളണം.